കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 4.0. ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCA ന്യൂ കോഴ്സിൽ വരുന്ന സെക്കൻഡ് സെമസ്റ്ററിൽ കവർ ചെയ്യുന്ന MCS 219 ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈനിങ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ലേൺവൈസിൽ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ തന്നെ ഇഗ്നോ എക്സാം സൈക്കിളിൽ സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ ഫോക്കസ്. അപ്പം ഈ ഒരു സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു പാസ്റ്റ് 5 പേപ്പേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്ത് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ഇഗ്നോ എക്സാമിന്റെ പാറ്റേൺ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇനി വരുന്ന എക്സാമിന് അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സിലബസ് മാപ്പിംഗ് ആണ്. നമുക്കറിയാം, ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതുപോലെ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ്, ഇതിൻ്റെയൊക്കെ ഒരു ഡിസ്കഷൻ നമ്മൾ ഈ സെഷനിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് ഹിസ്റ്റോറിക്കൽ ഡേറ്റയുടെ ബേസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഏരിയ, അതുപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും കൂടുതൽ വരുന്ന ഏരിയ, അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവും. ദെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂ ഉണ്ടായിരിക്കും. പ്രീവിയസ് പാസ്റ്റ് പേപ്പേഴ്സിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിസ്കഷന് നമ്മൾ കവർ ചെയ്യും. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, ഇനി വരാൻ പോകുന്ന എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, അത് ആ ഒരു പ്രോബബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇനി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ലാസ്റ്റിൽ നമ്മളൊരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് പാസ്റ്റ് പേപ്പേഴ്സിന്റെ ബേസിൽ ഇനി ജൂലൈ 25 നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഏത് മോഡലിലായിരിക്കും എന്നുള്ള ആ ഒരു ഡിസ്കഷനും കവർ ചെയ്യും. ദെൻ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം, അതായത് നമ്മൾ ഈ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആൻസർ ഗൈഡ് ബുക്ക് അല്ലെങ്കിൽ മാർക്കിംഗ് സ്കീം ആപ്പിൽ റെസ്പെക്റ്റീവ് സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും. അത് ചെക്ക് ചെയ്തിട്ട് ആൻസേഴ്സുമായിട്ട് നമ്മൾ എഴുതിയ ആൻസേഴ്സുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു സെഷനിൽ നമ്മളൊരു പാസ് 5 എക്സാം സീരീസിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലായിരിക്കും ഡിസ്കഷൻ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോവാണ് സിലബസ് മാപ്പിംഗ് ആണ്. അതിൽ നമുക്കറിയാം ടോട്ടൽ 4 ബ്ലോക്കുകളാണ് വരുന്നത്. ഇപ്പോൾ ഒരു പാസ് പേപ്പേഴ്സ് ഒരു 2022 മുതൽ 24 വരെയുള്ള പാസ് പേപ്പേഴ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ബ്ലോക്ക് 1 ആണ്. ദെൻ ബ്ലോക്ക് 2, ദെൻ ബ്ലോക്ക് 3, ദെൻ ബ്ലോക്ക് 4. ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസിന്റെ അപ്പിയറൻസിന്റെ ബേസിൽ ബ്ലോക്സിന്റെ വെയിറ്റേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഹീറ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് വേഴ്സസ് യൂണിറ്റിൽ ഏറ്റവും ഫ്രീക്വൻ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പം ഈ ഡാർക്ക് ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള യൂണിറ്റ്സ് ആണ്. അതിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 2 നിന്ന് ഓൾമോസ്റ്റ് ഒരു 15 ക്വസ്റ്റ്യൻസോളം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 1 13 ക്വസ്റ്റ്യൻസോളം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 2 വരുമ്പോൾ യൂണിറ്റ് 18 കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 12 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പ് 3 ആയിട്ടുള്ള ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്, ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാമിന് വന്നിട്ടുള്ള ഏരിയാസ്. അതിൽ നമ്മൾ ബ്ലോക്ക് 1 നോക്കുവാണ് UML ഡയഗ്രാംസ്. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ളതാണ് UML ഡയഗ്രാം ഡ്രോ ചെയ്യാൻ, അതുപോലെ യൂസ് കേസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ക്ലാസ്, സ്റ്റേറ്റ്, സീക്വൻസ് ഡയഗ്രാം,
ബോത്ത് തിയററ്റിക്കൽ ആൻഡ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രിൻസിപ്പിൾസ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്നാണ്. അതിൽ അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം ഈ ഏരിയയിൽ നിന്ന് ഫ്രീക്വന്റ് ആയിട്ട് പ്രത്യേകിച്ച് സെഷൻ എന്ന് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ അസോസിയേഷൻ, അഗ്രിഗേഷൻ, ജനറലൈസേഷൻ യൂണിറ്റ് 6 and 7 ഇത് കവർ ചെയ്യുക ബ്ലോക്ക് 2. അപ്പോൾ അവിടെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും അതുപോലെ ഡ്രോ ചെയ്യാനും ഒക്കെ ഉള്ള ബേസിൽ അഗ്രിഗേഷൻസും ജനറലൈസേഷനും ഒക്കെ ഡ്രോ ചെയ്ത് റെപ്രസെന്റ് ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള കുറച്ച് ഏരിയാസും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എന്നുമാണ്. അപ്പോൾ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രിൻസിപ്പിൾസ്, അതിൽ അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പിയറൻസ് ഓൾമോസ്റ്റ് ഒരു 13 ടൈംസോളമാണ്. റെലവൻസ് ഹൈ ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 UML ഡയഗ്രാം, അതിൽ യൂസ് കേസ്, ക്ലാസ് ഓൾമോസ്റ്റ് ഒരു 15 ടൈംസോളം ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ബിഹേവിയർ മോഡലിംഗ്, അതിൽ സീക്വൻസ്, ആക്ടിവിറ്റി, സ്റ്റേറ്റ്സ് ഡയഗ്രാം ഇതിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഹൈലി ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. 10 ടൈംസോളം പാസ് പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 4 സ്റ്റേറ്റ് മെഷീൻസ്, അതുപോലെ അതിൻ്റെ ഡയഗ്രാംസ് ഒക്കെ അത് അപ്പിയറൻസ് 8 ടൈംസ് ആണ് പാസ് പേപ്പേഴ്സിൽ. അതിൽ മീഡിയം റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 5 ആർക്കിടെക്ചറൽ കമ്പോണന്റ് മോഡലിംഗ്, അത് അപ്പിയറൻസ് 5 ടൈംസോളം ആണ്. റെലവൻസ് മീഡിയം ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 അഗ്രിഗേഷൻ, അബ്സ്ട്രാക്ട് ക്ലാസ്, അപ്പിയറൻസ് 7 ടൈംസ് ആണ്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 7 സ്റ്റേറ്റ്, ഈവൻസ്, കൺകറൻസി, അപ്പിയറൻസ് 6 ടൈംസ് ആണ്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 8 DFDs, അതുപോലെ ഫങ്ഷണൽ മോഡൽസ്, അപ്പിയറൻസ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. 10 ടൈംസോളം പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 9 ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ടു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ, കപ്ലിംഗ്, കൊഹിഷൻ മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. 8 ടൈംസോളം ആണ് പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 10 ഒബ്ജക്ട് ഡിസൈൻ സ്റ്റെപ്സ്, ഒപ്റ്റിമൈസേഷൻ മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. 9 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 11 ഇൻഹെറിറ്റൻസ്, കൺട്രോൾ, ഡിസൈൻ ഡോക്സ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. 12 ടൈംസോളം പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 12 ഇംപ്ലിമെന്റേഷൻ, ക്ലാസ് ടു കോഡ്, അതുപോലെ അസോസിയേഷൻ മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. 5 ടൈംസ് ആണ് പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 13 കൺസ്ട്രെയിൻസ്, പെർസിസ്റ്റൻസി, സ്റ്റേറ്റ് ചാർട്ട്സ് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. 7 ടൈംസോളം ആണ് പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 14 മാപ്പിംഗ് ടു ഡേറ്റാബേസ്, കീസ്, അസോസിയേഷൻ ടൈപ്പ് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. 6 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതിൽ 10 അതിൽ കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. ദെൻ 5 to 9 ഇടയിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ദെൻ 5 ലെസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ ബ്ലോക്ക് 1 and 2 അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. UML, അതുപോലെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഹൈലി പ്രിഫറൻസ് കൊടുത്ത് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അപ്പൊ അതിൽ നമ്മൾ പാസ് പേപ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന എസ്എ ടൈപ്പ്, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഒരു 8 to 10 മാർക്സിന് ആ ഏരിയയിൽ നിന്ന് കവർ ചെയ്യും. ഓൾമോസ്റ്റ് ഒരു 150 to 250 വേർഡ്സിലാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇനി ഡയഗ്രമാറ്റിക്കൽ അല്ലെങ്കിൽ ഡിസൈൻ ടാസ്ക്, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 5 to 10 ആണ് വരുന്നത്. അതിൽ ഇപ്പൊ UML ആയിക്കോട്ടെ, DFD ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഡയഗ്രാംസ് ഇതൊക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് വരാം. അവിടെ നമ്മളൊരു 15 to 100 മാർക്സിന് 50 to 100 വേർഡ്സിനാണ് ലേബിൾഡ് ഡയഗ്രാം ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് പ്രസന്റ് ചെയ്യേണ്ടത്. ഇനി തേർഡ് കാറ്റഗറിയിൽ വരുന്ന ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ബേസ്ഡ്, അത് ഓൾമോസ്റ്റ് ഒരു 4 to 5 മാർക്സിനാണ് ചോദിക്കുന്നത്. ഒരു 50 to 75 വേർഡ്സ് ആയിരിക്കണം ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി ഫോർത്ത് കാറ്റഗറിയിൽ വരുന്നതാണ് കമ്പാരിറ്റീവ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതിന് 5 to 10 മാർക്സ് ആയിരിക്കും. അപ്പൊ അവിടെ നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ മെയിനായിട്ട് ടേബിളൊക്കെ വരച്ച് ആ ഒരു ഫോമാറ്റിൽ തന്നെ കവർ ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു 100 to 150 വേർഡ്സിനായിരിക്കും ചോദിക്കുക. വിത്ത് എക്സാമ്പിൾസ് നമ്മളത്
എഴുതണം. ഇനി ഫിഫ്ത്ത് ടൈപ്പ് വരുന്ന കേസ് സെനാരിയോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടിപ്പിക്കലി 5 to 10 മാർക്സിനെ കവർ ചെയ്യും. ഓക്കെ, ആ ഒരു സെനാരിയോയെ ബേസ് ചെയ്ത് നമ്മൾ ആൻസർ ചെയ്യേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ലെസ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ് MCQ ടൈപ്പ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ഒക്കെ. അത് നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല എക്സാമിന്. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അപ്പം ഇനിയും നമ്മുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ ടോപ്പ് 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നത്. ഫസ്റ്റ് വണ് എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. അവിടെ ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്കൽ രീതിയിലാണ് എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈനിങ് കോൺസെപ്റ്റ്, അതിന്റെ തിയററ്റിക്കൽ ജസ്റ്റിഫിക്കേഷൻ ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. 150 to 250 വേർഡ്സിൽ എഴുതണം. മാർക്സ് ഓൾമോസ്റ്റ് ഒരു 8 to 10 മാർക്സിനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഇൻക്ലൂഡിങ് ഡയഗ്രാം വെച്ചിട്ട് വേണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. സെക്കൻഡ് ടൈപ്പ് ഡയഗ്രമാറ്റിക് അല്ലെങ്കിൽ ഡിസൈൻ ടാസ്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ നമ്മൾ ക്ലാസ് ആയിക്കോട്ടെ, അതുപോലെ യൂസ് കേസ്, സീക്വൻസ്, സ്റ്റേറ്റ്, DFT, ഡയഗ്രാംസ് ഇതൊക്കെ ചോദിക്കാം. ഓൾമോസ്റ്റ് ഒരു 5 to 10 മാർക്സ് ആയിരിക്കും ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക. അപ്പം ടിപ്പിക്കലി ആ ഒരു ആൻസർ എഴുതുമ്പോൾ ഒരു 50 to 100 വേർഡ്സ് ഇൻക്ലൂഡിങ് ഡയഗ്രാം കൂടി ചേർത്ത് വേണം എഴുതാൻ വേണ്ടി. ഇനി ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഫോർ എക്സാമ്പിൾ അഗ്രിഗേഷൻ, ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്, അബ്സ്ട്രാക്ട് ക്ലാസ്സസ്, ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓൾമോസ്റ്റ് ഒരു 4 to 5 മാർക്സിനാണ് കവർ ചെയ്യുക. 50 to 70 വേർഡ്സിൽ വേണം എഴുതാൻ വേണ്ടി. ഇനി കമ്പാരിറ്റീവ് ഡിസ്റ്റിങ്വിഷ് ടാസ്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഫോർ എക്സാമ്പിൾ ജനറലൈസേഷൻ വേഴ്സസ് സ്പെഷ്യലൈസേഷൻ, അഗ്രിഗേഷൻ, അസോസിയേഷൻ, ഈ ഏരിയ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓൾമോസ്റ്റ് ഒരു 100 to 150 വേർഡ്സിന് വേണം എഴുതാൻ. 5 to 10 മാർക്സിന് ഉള്ളിലായിരിക്കും ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരിക. ഇനി നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് ബ്ലോക്ക് വൈസ് പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളതിന്റെ ബേസിൽ. ബ്ലോക്ക് 1ൽ നിന്ന് ഒരു പാസ്റ്റ് 5 ടേം ആൻഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ 33% ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 1ൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 2ൽ നിന്ന് ഒരു 27% ക്വസ്റ്റ്യൻ, ബ്ലോക്ക് 3ൽ നിന്ന് ഒരു 25% ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4ൽ നിന്ന് 15% ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഈ ഒരു ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എസ്സേ ടൈപ്പ് അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഒരു 2022ൽ ചോദിച്ചതിൽ നിന്ന് ഒരു ഡിപ്പ് 2024ലേക്ക് വന്നപ്പോൾ കാണാനായിട്ട് പറ്റും. ഡയഗ്രമാറ്റിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ഇപ്പൊ നമുക്ക് ഒരു ഹൈപ്പ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കമ്പാരിറ്റീവ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് ആണ് വരുന്നത്. ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസിന് ഇൻക്രീസ് ആണ് പാസ് പേപ്പേഴ്സിനെ വെച്ച് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ കറന്റ് ട്രെൻഡിൽ കൂടുതലായിട്ട് വരുന്നത്. ഇപ്പം നമുക്കറിയാം ഡയഗ്രമാറ്റിക് അല്ലെങ്കിൽ ഡിസൈൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ് ആയിട്ട് ഇപ്പൊ കൂടി വരുന്നുണ്ട്. ഷോർട്ട് നോട്ട്സ് അതും അതിൽ ഒരു ഇൻക്രീസ് ആണ്. സെഷൻ ബിയിലാണ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 4 to 5 മാർക്സിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിലൊരു റെഡ്യൂസ് ആണ്. നമുക്ക് പാസ് പേപ്പേഴ്സിൽ നിന്ന് നോക്കുമ്പോൾ ഈ കറണ്ട് സെനാരിയോയിലേക്ക് വരുമ്പോൾ ഒരു ഡിക്രീസ് ആണ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരാറുള്ളത്. നമുക്ക് ഇനി എക്സാം പ്രിപ്പറേഷന്റെ ടിപ്പ് അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റിനെ പറ്റിയിട്ട് നോക്കാം. നമുക്ക് 3 hour എക്സാം ആണ്. 180 minutes ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. മാക്സിമം 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക. അതിൽ എസ്സേ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് 30 to 35
പെർസെൻറ്റേജ് മാർക്ക് കവർ ചെയ്യും. 60 to 65 മിനിറ്റ്സ് ആണ് ടോട്ടലി അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത്. ഇനി ഡയഗ്രാമാറ്റിക് ഡിസൈൻ ടാസ്ക് 30 to 34% 60 മിനിറ്റ്സ് ആണ്. അപ്പൊ ഇതിലൊരു നമ്മൾ അലോട്ട് ചെയ്യേണ്ടത്, ഇതിൽ നമ്മൾ ഡയഗ്രാംസും കൺസൈസ് ആയിട്ടുള്ള നോട്ട്സ് വെച്ചിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ. ഇനി ഷോർട്ട് നോട്ട്സ് ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരു 20 to 25% കവർ ചെയ്യും. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 35 to 40 മിനിറ്റ്സ് ആണ് അതിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്യേണ്ടത്. അപ്പൊ റെലവൻ്റ് ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ക്ലിയർ ആൻസേഴ്സ് ആയിരിക്കണം ഈ ഒരു ഏരിയയിൽ നമ്മൾ എഴുതാൻ വേണ്ടി നോക്കേണ്ടത്. ഇനി കമ്പാരിറ്റീവ് ഡിസ്റ്റിങ്വിഷ് ടൈപ്പ് ക്വസ്റ്റ്യൻ 10 to 15% കവർ ചെയ്യും. ഓൾമോസ്റ്റ് ഒരു 20 to 25 മിനിറ്റ്സ് ആണ് ഇതിന് കൊടുക്കേണ്ടത്. ക്ലിയർ ആയിട്ടുള്ള കമ്പാരിസൺ ടേബിളൊക്കെ വരച്ച് ആ ഒരു രീതിയിൽ തന്നെ കമ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. ലാസ്റ്റിൽ വരുന്ന ഒരു 10 to 15 മിനിറ്റ്സ് നമ്മൾ ഈ എഴുതിയ ആൻസേഴ്സ് ഒന്ന് റിവ്യൂ ചെയ്യാനും ഡയഗ്രാംസ് ഒക്കെ റീചെക്ക് ചെയ്യാനും വേണ്ടി അലോട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെഷൻ എയിൽ ഒരു കമ്പൽസറി ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്തിട്ട് അത് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്, ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ്. ഇപ്പം നമ്മൾ റെക്കറിംഗ് ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഫസ്റ്റ് വൺ, വാട്ട് ഇസ് ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് ആൻഡ് അഡ്വാൻറ്റേജസ്. പാസ്റ്റ് പേപ്പേഴ്സിൽ 9 ടൈംസോളം ചോദിച്ചതാണ്. സെക്കൻഡ് വൺ, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ യൂസ് കേസ്, ക്ലാസ്, സീക്വൻസ്, സ്റ്റേറ്റ് ഡയഗ്രാം ഫോർ എ ഗിവൻ സിസ്റ്റം. 8 ടൈംസോളം പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളതാണ്. തേർഡ് വൺ, വാട്ട് ഇസ് ജനറലൈസേഷൻ, ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം സ്പെഷ്യലൈസേഷൻ, എക്സ്പ്ലെയിൻ വിത്ത് ഡയഗ്രാം. 8 ടൈംസോളം പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഫോർത്ത് വൺ, വാട്ട് ഇസ് UML, വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. 7 ടൈംസോളം പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഫിഫ്ത്ത് വൺ, വാട്ട് ഈസ് അസോസിയേഷൻ, എക്സ്പ്ലെയിൻ types or implementation often with the diagram. 7 ടൈംസോളം പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. സിക്സ്ത് വൺ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അഗ്രിഗേഷൻ ആൻഡ് അസോസിയേഷൻ വിത്ത് എക്സാമ്പിൾസ്. പാസ്റ്റ് പേപ്പേഴ്സിൽ 6 ടൈംസോളം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സെവൻത് വൺ, വാട്ട് ഇസ് ഡേറ്റ ഫ്ലോ ഡയഗ്രാം, DFD, ഡ്രോ ഫോർ എ ഓൺലൈൻ സിസ്റ്റം. 6 ടൈംസോളം പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളതാണ്. എയ്ത്ത് വൺ, എക്സ്പ്ലെയിൻ ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം വിത്ത് എക്സാമ്പിൾസ്. പാസ്റ്റ് പേപ്പേഴ്സിൽ 6 ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നയൻത് വൺ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ സ്റ്റേറ്റ് ഡയഗ്രാം, ഒബ്ജക്ട് ഡിസൈൻ, അസോസിയേഷൻ, ഇന്റഗ്രിറ്റി, കൺസ്ട്രെയിൻസ്. പാസ്റ്റ് പേപ്പേഴ്സിൽ 5 ടൈംസോളം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 10th വൺ, എക്സ്പ്ലെയിൻ മാപ്പിംഗ് ഒബ്ജക്ട് ക്ലാസസ് ടു ഡേറ്റാബേസ് ടേബിൾസ്. 5 ടൈംസോളം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ഫ്രീക്വൻസി ടേബിൾ ആണ്. ഓരോ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയും അത് പാസ്റ്റ് പേപ്പേഴ്സിൽ എത്ര പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ ഒരു ആവറേജ് മാർക്കുമാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ, പ്രിൻസിപ്പിൾസ് ആൻഡ് അഡ്വാൻറ്റേജസ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 കവർ ചെയ്യുന്ന ടോപ്പിക്കാണ്. പാസ്റ്റ് പേപ്പേഴ്സിൽ 9 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് ഒരു 8.5 മാർക്സ്. ഇനി യൂസ് കേസ്, ക്ലാസ്, സീക്വൻസ്, സ്റ്റേറ്റ് ഡയഗ്രാം ഫോർ എ സിസ്റ്റം. ബ്ലോക്ക് 1 യൂണിറ്റ്സ് 2 and 4 കവർ ചെയ്യുന്ന ടോപ്പിക്കാണ്. പാസ്റ്റ് പേപ്പേഴ്സിൽ 8 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് മാർക്ക് 8.5 ആണ്. ഇനി ജനറലൈസേഷൻ വേഴ്സസ് സ്പെഷ്യലൈസേഷൻ, ബ്ലോക്ക് 2 യൂണിറ്റ് 6 കവർ ചെയ്യുന്നത്. അപ്പിയറൻസ് പാസ്റ്റ് പേപ്പേഴ്സിൽ 8 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് സ്കോർ 7.5 ആണ്. ഇനി UML, ഡെഫിനിഷൻ ആൻഡ് അഡ്വാൻറ്റേജസ്, ബ്ലോക്ക് 1 യൂണിറ്റ് 2 അപ്പിയറൻസ് 7 ടൈംസ് ആണ് വരുന്നത്. ആവറേജ് മാർക്ക് 5.7. അസോസിയേഷൻ, ടൈപ്സ്, ഇംപ്ലിമെന്റേഷൻ ഡയഗ്രാം, ബ്ലോക്ക് 1 യൂണിറ്റ് 1 and 2 അപ്പിയറൻസ് 7 ടൈംസ് ആണ്. ആവറേജ് മാർക്ക് 7.2. അഗ്രിഗേഷൻ വേഴ്സസ് അസോസിയേഷൻ, ബ്ലോക്ക് 2 യൂണിറ്റ് 6 അപ്പിയറൻസ് 6 ടൈംസ് ആണ്. ആവറേജ് മാർക്ക് 6.2 ആണ്. ഇനി DFD ഫോർ ഓൺലൈൻ സിസ്റ്റം, ബ്ലോക്ക് 2 യൂണിറ്റ് 8 അപ്പിയറൻസ് 6 ടൈംസ് ആണ്. 6.0 ആവറേജ് മാർക്കാണ് വരുന്നത്. ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം, ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ്. അപ്പിയറൻസ് 6 ടൈംസ് ആണ്. ആവറേജ് സ്കോർ 6.5 ആണ്. ഇനി ഷോർട്ട് നോട്ട്സ്, സ്റ്റേറ്റ് ഡയഗ്രാം, ഒബ്ജക്ട് ഡിസൈൻ എക്സെട്ര. അതിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1, 2, 3 ആണ്. മിക്സഡ് ആയിട്ടാണ് വരുന്നത്. അതിൽ അപ്പിയറൻസ് 5 ടൈംസ് ആണ്. ആവറേജ് മാർക്ക് 5.0 ആ ഒരു ആവറേജ് മാർക്കാണ്. ഇനി ഒബ്ജക്ട് ക്ലാസസ് ടു ഡേറ്റാബേസ് ടേബിൾ, ബ്ലോക്ക് 4 യൂണിറ്റ് 14 ആണ്. അപ്പിയറൻസ് 5 ടൈംസ് ആണ്. ആവറേജ് മാർക്ക് 5.8 ആണ്. ഇനി നമ്മൾ സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത
ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഇപ്പം ഈ എസ് എ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 2 പ്രാവശ്യമെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്ന 5 മിനിറ്റ്സ് ആൻസർ ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ദെൻ ഒരു 12 മിനിറ്റ്സോളം എടുത്ത് എങ്ങനെയാ ഒരു ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്യണം അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അതുപോലെ ഇൻക്ലൂഡ് ചെയ്യുക ഡയഗ്രാംസ്, റെലവൻ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇഗ്നോയുടെ മാർക്കിംഗ് പാറ്റേൺ ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് കൺസൈസ് ആയിട്ട് ആൻസേഴ്സ് എഴുതുക. എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻട്രഡക്ഷന്, ബോഡി പാർട്ട്, കൺക്ലൂഷൻ ആ ഒരു രീതിയിൽ തന്നെ എഴുതുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പ് 10 ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ വെയിറ്റേജും ആണ് നോക്കുന്നത്. ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ ഒരു 9% ടോട്ടലിൽ ഇമ്പോർട്ടൻ്റ് വരുന്ന ഒരു ഏരിയയാണ് ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ. പിന്നെ ഡയഗ്രാംസ് 8%, ജനറലൈസേഷൻ വേഴ്സസ് സ്പെഷ്യലൈസേഷൻ 8%, UML അസോസിയേഷൻ 7% ആ ഏരിയ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം ആ ഏരിയയിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഈ പാസ് പേപ്പേഴ്സിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഇവയൊക്കെ. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PG ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. അപ്പം ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് ചെയ്ത് നോക്കിയിട്ട് പോവുക. അതുപോലെ ഡയഗ്രാംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വരച്ച് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് എക്സാമിന്. അതുപോലെ തന്നെ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് എല്ലാ ബ്ലോക്കുകളും കവർ ചെയ്യുക. അതോടൊപ്പം ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയും കൂടി കവർ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. ബ്ലോക്ക് 1, യൂണിറ്റ് 1. ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ പ്രിൻസിപ്പിൾസ്, അഡ്വാൻറ്റേജസ് 90% ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കാറ്റഗറി ഹൈലി റെലവൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, പാസ് പേപ്പേഴ്സിൽ 10 ടൈംസിൽ 9 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 1, യൂണിറ്റ് 2, UML ഡയഗ്രാംസ് പ്രോബബിലിറ്റി 80% ആണ്. കാറ്റഗറി ഓഫ് ഇമ്പോർട്ടൻസ് ഹൈ ആണ്. പാസ് പേപ്പേഴ്സിൽ 10 ടൈംസിൽ 8 ടൈംസോളം ചോദിച്ച ഏരിയ ആണ്. അവിടെ ഡയഗ്രാം ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വേണം എഴുതാൻ. ദെൻ ബ്ലോക്ക് 1, യൂണിറ്റ് 3, ബിഹേവിയർ ഡയഗ്രാംസ് പ്രോബബിലിറ്റി 70% ഉള്ളതാണ്. ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പാസ് പേപ്പേഴ്സിൽ 10ൽ 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 2, യൂണിറ്റ് 6, ജനറലൈസേഷൻ വേഴ്സസ് സ്പെഷ്യലൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. 80 ടൈംസോളം പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ഔട്ട് ഓഫ് 10, 8 ടൈംസോളം പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 1, യൂണിറ്റ് 1 and 2 അസോസിയേഷൻ അഗ്രിഗേഷൻ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പ്രോബബിലിറ്റി 70% ആണ്. ഔട്ട് ഓഫ് 10, 7 ടൈംസ് ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. ഇൻക്ലൂഡിങ് ഡയഗ്രാം കൂടെ അതിൽ ഉൾപ്പെടുത്തി വേണം ആൻസർ എഴുതാൻ വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് വൺ ബ്ലോക്ക് 2, യൂണിറ്റ് 8, DFD ഫങ്ഷണൽ മോഡൽ 60% പ്രോബബിലിറ്റി ഉണ്ട്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് പാസ് പേപ്പേഴ്സിൽ 10 ടൈംസിൽ 6 ടൈംസോളം ചോദിച്ച ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 1, യൂണിറ്റ് 4, സ്റ്റേറ്റ് ഡയഗ്രാം 50% ഇമ്പോർട്ടൻ്റ് ആണ്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് 10 പാസ് പേപ്പേഴ്സിൽ 10 ടൈംസിൽ 5 ടൈംസ് ചോദിച്ച ഒരു ഏരിയ ആണത്. ഇനി ബ്ലോക്ക് 1, യൂണിറ്റ് 1, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം 50% ഇമ്പോർട്ടൻ്റ്, ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് പാസ് പേപ്പേഴ്സിൽ 10 ടൈംസിൽ 5 ടൈംസോളം ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 4, യൂണിറ്റ് 14, മാപ്പിംഗ് ക്ലാസസ് ടു DB ആ ഒരു ഏരിയ 40% ഇമ്പോർട്ടൻ്റ് ആണ്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു ഏരിയ കവർ ചെയ്യുന്നത്. പാസ് പേപ്പേഴ്സിൽ 10ൽ 4 ടൈംസോളം ചോദിച്ചിട്ടുള്ള അതിൻ്റെ ആ ഒരു ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. ഇനി ബ്ലോക്ക് 3, യൂണിറ്റ് 10, ഡിസൈൻ ഒപ്റ്റിമൈസേഷൻ 30% വെയിറ്റേജ്, ലോ പ്രോബബിലിറ്റി. ദെൻ ബ്ലോക്ക് 3, യൂണിറ്റ് 11, ഡോക്യുമെന്റേഷൻ 30% വെയിറ്റേജ് വരും. ലോ പ്രോബബിലിറ്റി ഉള്ള ഏരിയ ആണ്. 10 ടൈംസിൽ 3 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്.
ഇനി ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 70 അതിൽ കൂടുതലുള്ളതാണ് ഹൈലി ഇമ്പോർട്ടൻറ്റ് ഏരിയ. 40 to 69% വരുന്നത് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്, ലെസ് ദാൻ 40 ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയ ആണ്. അപ്പം നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഈ ഏരിയാസ് ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. ഇനിയുള്ള എക്സാമിനും ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഡയഗ്രാംസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ വേണം നമ്മൾ ഈ ഒരു പേപ്പറിൽ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൈലി പ്രോബബിലിറ്റി വരുന്ന ഏരിയ ആണ് 70% മുകളിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഏരിയ. അപ്പം കൺസൈസ് ആയിട്ടും കറക്റ്റായിട്ടും ആൻസേഴ്സ് മോഡൽ ചെയ്തിട്ട് തന്നെ എഴുതുക. ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട്, കൺക്ലൂഷൻ ഇൻക്ലൂഡിങ് ഡയഗ്രാം ഇതൊക്കെ കൊടുത്തു വേണം എഴുതാൻ. ഇനി മീഡിയം പ്രോബബിലിറ്റി 40 to 69% വരുന്ന ഏരിയാസ് ഉണ്ട്. ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് നോട്ട്സ്, ആ ഏരിയ ഒക്കെ അതും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ദെൻ ലോ പ്രോബബിലിറ്റി വരുന്ന ഏരിയാസ് പഠിച്ചിട്ട് തന്നെ പോകണം. റാപ്പിഡായിട്ട് അത് റീകളക്ട് ചെയ്ത് എക്സാമിന് ചോദിക്കുന്ന ടൈമിൽ എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ വേണം പോകാൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഇനി ജൂൺ 2025 നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈൻ ആണ് നമ്മളുടെ സബ്ജക്റ്റ്. 3 hours ആണ് തന്നിട്ടുള്ളത്. മാക്സിമം മാർക്ക് 100 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. അറ്റംപ്റ്റ് ഇനി 3 ക്വസ്റ്റ്യൻ ഫ്രം ദ റെസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. First one, A part, a public transport ticketing system allow passengers to book single and return ticket for city and intercity routes. Passengers can pay by cards or digital wallets. The system validates ticket availability, process payment and issue e-ticket with the QR code. Draw and explain the following diagram for the system. Make suitable assumptions. First one, use case diagram. Second one, class diagram. Third one, sequence diagram for booking a ticket. Then fourth one, state diagram for ticket life cycle. അപ്പോൾ ഇത് ഈ ഡയഗ്രാംസ്, ഈ UML ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 and 3 ആണ് കവർ ചെയ്യുന്നത്. UML ബിഹേവിയറൽ ഡയഗ്രാംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇനി ഫസ്റ്റ് വണ്ണിന്റെ തന്നെ ബി പാർട്ട്. First one, what is the difference between aggregation and association? Illustrate your answer with the original diagram. Second one, explain with an example how generalization and specialization can be implemented in an educational management system. ഈ ക്വസ്റ്റ്യൻസ് ഓരോന്നിനും 5 മാർക്സ് വെച്ച് ടോട്ടൽ 10 മാർക്സ് ബ്ലോക്ക് 2 യൂണിറ്റ് 6 അഗ്രിഗേഷൻ, അസോസിയേഷൻ ആൻഡ് ജനറലൈസേഷൻ കവർ ചെയ്യുന്നതാണ്. ഇനിയും സി പാർട്ട്, കൺസിഡർ ആൻ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം വെയർ കോഴ്സ് instructors and students interact. First one, map the object classes to relational database table showing key attributes and relationship. Second one, discuss any one design optimization technique that would improve database efficiency in this scenario. അപ്പോൾ ഇത് ബ്ലോക്ക് 4 യൂണിറ്റ് 14, ബ്ലോക്ക് 3 യൂണിറ്റ് 10 എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇനി സെക്കൻഡ് വണ്, എ പാർട്ട്, ഡിസ്ക്രൈബ് the 4 main principles of object-oriented design. For each, provide one real-world example from the domain of smart home automation. Smart lights, thermostats, ആ ഏരിയന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1, ഒബ്ജക്റ്റ്-ഓറിയന്റഡ് പ്രിൻസിപ്പിൾസ്, ആ ഒരു ഏരിയന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് വണ്ണിന്റെ ബി പാർട്ട്, given a hospital patient management system, draw a data flow diagram, DFD, up to level 1 for the process of registering a patient and assigning a doctor. Include assumption as needed. Block 2 unit 8, DFD, functional models in the ചോദിച്ചിട്ടുള്ള 10 mark question ആണ്. ഇനി തേർഡ് വണ്ണിന്റെ എ പാർട്ട്, explain the difference between a state diagram and an activity diagram. Draw an activity diagram for the workflow of processing an online food delivery order from order placement to delivery. Block 1 unit 4, അതുപോലെ ബ്ലോക്ക് 2 യൂണിറ്റ് 7, സ്റ്റേറ്റ്, ആക്ടിവിറ്റി ഡയഗ്രം, ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്ക് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് വണ്ണിന്റെ ബി പാർട്ട്, എ റീറ്റെയിൽ സ്റ്റോർ യൂസസ് സോഫ്റ്റ്വെയർ സിസ്റ്റം ടു മാനേജ് ഇൻവെന്ററി. ഡിസ്കസ് ഹൗ ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദ സിസ്റ്റംസ് ഒബ്ജക്ട് ഡിസൈൻ. സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് എ ഡയഗ്രാം ആൻഡ് റെലവൻസ് സെനാരിയോ. 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1, ഇൻഹെറിറ്റൻസ് പോളിമോർഫിസത്തിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ഫോർത്ത് വണ്ണിന്റെ എ പാർട്ട്, you are designing a ride sharing application. First one, list and brief
briefly explain any 3 type of association found in the system with the example, classes and UML notation. Second one, draw a class diagram showing association between driver, passengers, ride and vehicle. 10 mark question, block 1, unit 2, association type, class diagram nu choicha question aanu. Fourth one in the B part. Explain the concept of concurrency in object-oriented system. Provide a scenario in a hotel booking application where concurrency control is needed and describe how you would handle its using UML notation. Block 3, unit 9 and 10 cover ചെയ്യുന്നതാണ് concurrency. 10 mark question ആണ്. ഇനി fifth one, write short note on any 4 of the following. A. Curd analysis. Second one, B part integrity constraints. C. Design documentation. D. Persistency in object-oriented design. E. As abstract classes versus concrete class with original code snippet. ഇത് ഓരോന്നിനും നമുക്ക് 4 മാർക്ക് വെച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 1, യൂണിറ്റ് 4 മൾട്ടിപ്പിൾ യൂണിറ്റ്സിനെ കവർ ചെയ്തിട്ടുള്ള ബ്ലോക്ക് 1 ടു ബ്ലോക്ക് 4 മൾട്ടിപ്പിൾ യൂണിറ്റ്സിന്ന് കവർ ചെയ്തിട്ടുള്ള ഹൈ ടു മീഡിയം പ്രോബിലിറ്റി വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പം ഇത്രയും ആണ് നമ്മുടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഈ ഓരോ ടോപ്പിക്സിനും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഹൈ ഈൽഡ് ടോപ്പിക്സ് മൾട്ടിപ്പിൾ ടൈംസ് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ എക്സാമിന് പോവുക. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നല്ല ഗുഡ് സ്കോർ വാങ്ങാനായിട്ട് പറ്റും. അപ്പം ഈ പോർഷൻസ് ഒക്കെ എല്ലാ ബ്ലോക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും ഈ ഹൈ ഈൽഡ് ടോപ്പിക്സ് കൂടുതൽ കവർ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ ദ വെരി ബെസ്റ്റ്.